360 ടെക്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലൊക്കെ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിയായിരുന്നു. ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ആണ്. അതായത് നമ്മളെ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണിത്. ആമസോണിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഇതൊരു ബ്ലാക്ക് ബോക്സിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ്. ഓക്കെ, ഈ പെട്ടി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവലാണ് കിട്ടുന്നത്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസും കാര്യങ്ങളും, വെയിറ്റ്, സൈസ്, ഫ്യൂവൽ കൺസംഷൻ, പോർട്ടബിൾ ബ്യൂട്ടേൻ ഗ്യാസ് ബേണർ ഇഗ്നീഷനാണ്. അതായത് പ്രത്യേകം ലൈറ്റർ യൂസ് ചെയ്യേണ്ട. പിന്നെ ഇതിനകത്ത് ബ്യൂട്ടേൻ ഗ്യാസ് ഉപയോഗിക്കാം, ബ്യൂട്ടൻ ഗ്യാസ് ക്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന LPG ഗ്യാസിൻ്റെ ട്യൂബും കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഓരോ പാർട്സിൻ്റെ ഫങ്ഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പ് വൈസ് അതിൻ്റെ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പ്രോഡക്റ്റ്. ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതായത് നമ്മുടെ ഔട്ട്ഡോർ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സൈസും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. നമുക്ക് ക്യാമ്പിങ്ങിന് പോകുമ്പോഴും ട്രിപ്പ് അങ്ങനെ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കാറിലും ബൈക്കിലും ഒക്കെ ആയി തന്നെ ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം സംഭവത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അത്ര ഡ്യൂറബിൾ അല്ല. കാരണം ഈ മെറ്റൽ ഷീറ്റൊക്കെ ഫ്ലെക്സിബിളാണ്. പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് അത്രയും ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എൻ്റെ ബാക്ക് വേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ അടുപ്പ് വെക്കുന്ന ബേണർ. ഓക്കെ, ബേണർ എടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഗ്യാസ്, നമ്മുടെ ബ്യൂട്ടേൻ ഗ്യാസ് ക്യാൻ ലോഡ് ചെയ്യേണ്ട സ്പേസ് ആണിത് കാണുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇവിടെ അടയും. പിന്നെ ഇവിടെ 2 നോബ്സ് ഉണ്ട്. ഒരു ലിവറും ഒരു നോബുമാണ്. ഈ ലിവർ നമ്മുടെ ഗ്യാസ് ക്യാൻ വെച്ചിട്ട് അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിവറാണിത്. ഈ ലോക്ക് പൊസിഷൻ ഇതാണ് ലോക്ക്. പിന്നെ ഇതൊരു ഓൺ ഓഫ് നോബാണ്. ഓക്കെ, ഓൺ ഓഫ് നോബാണിത്. അപ്പം ഇപ്പോൾ ലൈറ്റർ ഫംഗ്ഷൻ നമുക്ക് എവിടെ നോക്കാം. ഈ ഓൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇങ്ങനെ വീണ്ടും പ്രസ് ചെയ്താൽ നമുക്കിവിടെ ലൈറ്റർ ഫംഗ്ഷൻ ആവും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്യൂട്ടേൻ ഗ്യാസ് ക്യാൻ കിട്ടത്തില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ബ്യൂട്ടേൻ ഗ്യാസ് ക്യാൻ. സാൻറ്റോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിൻ്റെയാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 200 രൂപയ്ക്കാണ്. പക്ഷേ ഇതിൽ MRP കാണിച്ചിരിക്കുന്നത് 499 ആണ്. 400 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് ലഭ്യമാണ്, അതും ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഡൊമസ്റ്റിക്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസിൻ്റെ ട്യൂബ് കണക്ട് ചെയ്യുന്ന പോർഷൻ ഇവിടാണ്. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു പോർഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഒരു ക്ലിപ്പ് അടിയിൽ കാണുന്ന ഈ ഒരു പോർഷനിലേക്കാണ് നമ്മുടെ ബ്യൂട്ടേൻ ഗ്യാസ് കണക്ട് ചെയ്യേണ്ടത്.
നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബ്യൂട്ടൻ ഗ്യാസ് ഇതുപോലെയാണ് വരുന്നത്. ഇതിനൊരു ക്യാപ്പ് ഉണ്ടാവും. ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ നോസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മൗത്തിൽ ഈ ഒരു ഭാഗത്തൊരു നോച്ച് ഉണ്ടാവും. ആ നോച്ചാണ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ട ഒരു ഡയറക്ഷൻ നമുക്കൊരു കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോച്ച് എന്ന് പറയുന്ന സംഭവം, അതായത് ഈ നോച്ച് നമ്മൾ ഈ ക്ലിപ്പിൻ്റെ ഭാഗത്തേക്ക്, ഈ ക്ലിപ്പിൻ്റെ സൈഡിലേക്ക് വരണം. ഓക്കെ, ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ കാണുന്ന നോസിൽ ഈ ഒരു ഹോളിലേക്ക് വെക്കണം. കറക്റ്റായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഗ്യാസ് ലീക്കാവും. ഓക്കെ, വെച്ചതിന് ശേഷം ക്ലിപ്പ് റിലീസ് ചെയ്യാം. നമ്മുടെ ക്യാൻ ഫിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് അടയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഈ കാണുന്ന ലിവർ താഴേക്ക് വലിക്കുക. ഇപ്പോൾ അൺലോക്ക് പൊസിഷനാണ്, അത് ലോക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി നമുക്ക് നോബ് ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് കത്തിച്ച് നോക്കാം. ഓൺ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഒന്ന് കത്തിക്കാം. ഓൺ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ലോ ഫ്ലെയിമാണ്, ഓഫായിപ്പോയി. ഓക്കെ, കത്തിക്കാം. ഓക്കെ, നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് വലിയ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ ഒരു എന്താ പറയുക, ചെറിയ വെസൽസ്, ചായ തിളപ്പിക്കുക, നൂഡിൽസ് ഉണ്ടാക്കുക, ചെറിയ ബൾക്കായിട്ടുള്ള കുക്കിംഗ് ഇല്ല, 2-3 പേർക്കുള്ള ആഹാരങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള കുക്കിങ്ങൊക്കെ ഇതിൽ പറ്റും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ പോർട്ടബിൾ ഗ്യാസ് സ്റ്റോവിന് ഈ കാണുന്ന ഒരു LPG ഗ്യാസിൻ്റെ കണക്ടർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്തതിൽ വിലക്കുറവാണ് ഈ സാധനം, അതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ബട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. കാരണം ക്വാളിഫൈഡ് എന്നൊക്കെ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് കോഷൻസ് ഉണ്ട്, അതുപോലെ ISI മാർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ എത്രത്തോളം സേഫ് ആണെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പിന്നെ വീണ്ടും അടുത്തുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൗ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ എത്ര സമയം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. സോറി ഗൈസ്, ഈ പാത്രം മാച്ച് ആവില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്ത പാത്രം ഇത് സ്യൂട്ടാവില്ല, ഈ പാത്രം ഓക്കെ, ഇത് മാച്ചാണ്. നമ്മുടെ ചോറൊക്കെ കൊണ്ടുവന്ന പാത്രമാണ്, വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ ടൈമർ സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കാൻ പോണം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചു. ഏകദേശം 1 മിനിറ്റ് 26 സെക്കൻഡ് എടുത്തു തിളയ്ക്കാനായിട്ട് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് നമുക്ക് ഏകദേശം 1.5 മിനിറ്റോളം സമയമെടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ സ്വന്തം റിസ്കിൽ വാങ്ങുക. കാരണം എന്താ വെച്ചാൽ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റിനെ പറ്റി നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ISI മാർക്കൊന്നുമില്ല. നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫ്ലെയിമാണ്, ഗ്യാസാണ്. സോ അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. വാങ്ങിക്കുന്നവർ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്തൊന്നും വെച്ച് ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക. കഴിവതും ഔട്ട്ഡോർ കണ്ടീഷൻസിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം
അപകടം എന്തെങ്കിലും സംഭവിച്ചാലും അതിൻ്റെ ഇഫക്റ്റ് വളരെ കുറവായിരിക്കും. കാരണം ഔട്ട്ഡോർ ആകുമ്പോഴത്തേനും നമുക്കൊന്നെങ്കിൽ മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഓടിപ്പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വീടിനകത്ത് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമുകളിൽ അധികം ഉപയോഗിക്കാണ്ടിരിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു അഗെയിൻ. താങ്ക് യു.